Hello friends, in this video, we will different types of beams, different types of loading on beams, shear force and bending moment diagrams, these topics discuss. Now, beam. A horizontal structural member we beam. A structural member which is acted upon by a system of external loads at right angles to its axis. Horizontal rest that's perpendicular axis perpendicular load act beam horizontal structural member different types of beams that's simply supported beam. Simply supported beam is two supports beam rest beams simply supported beams. Beam resting freely on the supports at both ends. That's fixed beam. Fixed beam is wall concrete member insert rigid fix a beam whose both ends are fixed or built-in walls. Built-in അല്ലെങ്കിൽ encrusted beam എന്ന് നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. Built-in beams അല്ലെങ്കിൽ encrusted beams അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഇങ്ങനത്തെ പേരുകൾ കേൾക്കാൻ പറ്റും. It refers to fixed beams. Cantilever beam എന്ന് പറയുമ്പോൾ ഒരു എൻഡ് ഫിക്സഡ് ആയിരിക്കും മറ്റേ എൻഡ് ഫ്രീ ആയിരിക്കും. It has one end fixed and other end free. In overhanging beam എന്ന് പറയുമ്പോൾ ഇതേപോലെ സപ്പോർട്ട്സ് കാണും പക്ഷേ ഒരു എൻഡ് ഫ്രീ ആയിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ അതിനെ ഇങ്ങനത്തെ ബീംസിനെ നമുക്ക് ഓവർഹാങ്ങിങ് ബീംസ് എന്ന് വിളിക്കാം. If the end portion of a beam extends beyond the supports. കണ്ടിന്യൂസ് ബീം എന്ന് വിളിക്കുമ്പോഴോ ഇതേപോലെ ഒന്നിൽ കൂടുതൽ സ്പാൻ വരണം. സ്പാൻ നമ്മൾ വിളിക്കുന്നത് രണ്ട് സപ്പോർട്ടിനിടയ്ക്കുള്ള ബീമിന്റെ പോർഷനെയാണ് നമ്മൾ ഒരു സ്പാൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒന്നിലധികം സ്പാൻസ് വരുവാണെങ്കിൽ അങ്ങനത്തെ ബീംസിനെ നമുക്ക് കണ്ടിന്യൂസ് ബീം എന്ന് വിളിക്കാം. ബീം എക്സ്റ്റെൻഡിങ് ഓവർ മോർ ദാൻ 2 സപ്പോർട്ട്സ്. ഇവിടെ നോക്കിയാൽ ഇതൊരു സ്പാനാണ് ഇതൊരു സ്പാനാണ്. രണ്ടിലധികം സപ്പോർട്ടും ഉണ്ട് രണ്ട് സ്പാനും വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ബീമാണ്. Different types of loading ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കേൾക്കുന്ന ഒന്നാണ് കോൺസെൻട്രേറ്റഡ് ഓർ പോയിന്റ് ലോഡിങ്. അതായത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് മാത്രം വരുമ്പോഴാണ് നമുക്ക് അതിനെ പോയിന്റ് ലോഡിങ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് എന്നൊക്കെ വിളിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ ഒരു ഫ്ലോർ സ്ലാബിൽ നമ്മളൊരു സ്റ്റാച്ചു നല്ല വെയിറ്റ് ഉള്ള ഒരു സ്റ്റാച്ചു പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഓവറോൾ ബിൽഡിങ്ങിൽ വരുന്ന ലോഡിൽ നമുക്കതിനെ പോയിന്റ് ലോഡായിട്ട് കൺസിഡർ ചെയ്യാം. A load acting at a point on a beam. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോയിന്റ് ലോഡ്സ് ആണ്. W1 W2 ഒക്കെ പോയിന്റ് ലോഡ്സ് ആണ്. ഇനി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് ദ ലെങ്ത് ആ ബീമിന്റെ ലെങ്ത് മൊത്തം ഇതേപോലെ യൂണിഫോം ആയിട്ടുള്ള ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ യൂണിഫോം ലോഡ് നമുക്ക് വിളിക്കാം. ലോഡ് വിച്ച് is spread over a beam in such a manner that each unit length is loaded to the same extent. നമ്മൾ W per യൂണിറ്റ് ലെങ്ത് എന്നാണ് അതിനെ നെയിം ചെയ്യുന്നത്. അതായത് ലോഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് 2 കിലോ ന്യൂട്ടൺ ആണെങ്കിൽ 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ അല്ലെങ്കിൽ 2 ന്യൂട്ടൺ പെർ മീറ്റർ എന്നൊക്കെ നമുക്ക് അതിനെ വിളിക്കാം. അതായത് ലോഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് പെർ യൂണിറ്റ് ലെങ്ത് അങ്ങനെയാണ് നമ്മൾ യൂണിഫോം ലോഡിനെ നെയിം ചെയ്യുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫ്ലോർ സ്ലാബിലൊക്കെ നമ്മൾ ടൈലൊക്കെ ഫിക്സ് ചെയ്യുവാണെങ്കിൽ ആ ടൈലിൻ്റെ വെയിറ്റ് യൂണിഫോം ലോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ആ സ്ലാബിൻ്റെ ത്രൂ ഔട്ട് ലെങ്ത്തിലും യൂണിഫോം ആയിട്ട് ഒരേ വെയിറ്റ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ അത് യൂണിഫോം ലോഡിൻ്റെ എക്സാമ്പിളാണ്. അടുത്തത് യൂണിഫോംലി വേരിയിങ് ലോഡ്. വേരിയിങ് ലോഡ് എന്ന് വെച്ചാൽ ഒരേ വാല്യൂ ആയിരിക്കത്തില്ല. ത്രൂ ഔട്ട് ദ ലെങ്ത് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസമുണ്ട്. എന്നാൽ ഭയങ്കര റാൻഡം ആയിട്ടുള്ള വ്യത്യാസമല്ല, യൂണിഫോം ആയിട്ട് ഈക്വൽ ഇൻക്രിമെൻറ്റിൽ ഈ ലോഡ് കൂടിക്കൂടി പോകും അല്ലെങ്കിൽ കുറഞ്ഞു വരും. അതിനെയാണ് നമ്മൾ യൂണിഫോം വേരിയിങ് ലോഡ് എന്ന് പറയുന്നത്. A load which is spread over a beam in such a manner that its extent varies uniformly on each unit length. ഇവിടെ നോക്കിയേ W1 per യൂണിറ്റ് ലെങ്ത് ആയിരുന്നു ഈ ഒരു അറ്റത്തുള്ള ലോഡ്. ഇവിടെ വരുമ്പോൾ W2 per യൂണിറ്റ് ലെങ്ത് ആയി. ഈക്വൽ ഇൻക്രിമെൻസിൽ പെർ യൂണിറ്റ് ലെങ്ത് ലോഡ് വേരി ചെയ്യുമ്പോൾ അതിനെ യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് വിളിക്കും. ഇതിനെ ട്രയാങ്കുലർ ലോഡിംഗ് എന്നും വിളിക്കാറുണ്ട്. ഇനി അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീംസ് പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡിംഗ് പറഞ്ഞു. ഇനി അറിഞ്ഞിരിക്കേണ്ട ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻ കണ്ടീഷൻസ് ആണ്. ഈ എൻ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നാലേ അവിടെ വരുന്ന റിയാക്ഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ആദ്യത്തേത് റോളർ സപ്പോർട്ടാണ്. റോളർ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇതേപോലെ വീൽസ് പോലുള്ള സ്ട്രക്ചേഴ്സിൽ
നമ്മൾ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അതിനെ റോളർ സപ്പോർട്ട് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ സപ്പോർട്ട് വിച്ച് ഇസ് ഫ്രീ ടു റൊട്ടേറ്റ് ആൻഡ് ട്രാൻസ്ലേറ്റ് അലോങ് ദ സർഫസ് ഓൺ വിച്ച് ദേ റെസ്റ്റ്. ഇപ്പം നോക്കി, വീൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ ബോഡിക്ക് ഈ ഒരു സപ്പോർട്ടിന് ഹൊറിസോണ്ടലി നീങ്ങാൻ പറ്റും. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പിവറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാനും പറ്റും അതിൻ്റെ മുകളിലുള്ള സ്ട്രക്ചറിന്. അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. ഈ പിവറ്റ് ഉള്ളതുകൊണ്ട് തന്നെ റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. അവിടെ ആകെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മോഷൻ എന്ന് പറയുന്നത് വേർട്ടിക്കൽ മോഷനാണ്. വേർട്ടിക്കൽ മോഷൻ മാത്രം ഈ ഒരു സപ്പോർട്ട് പെർമിറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന റിയാക്ഷനും വേർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രമുള്ള റിയാക്ഷൻ ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ ഒരു കാര്യം ബേസിക് ആയിട്ട് ഓർക്കണം, ഏത് ഡയറക്ഷനിലാണോ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലായിരിക്കും റിയാക്ഷൻ ഫോഴ്സ് ജനറേറ്റ് ആകുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സപ്പോർട്ടിൽ ഹൊറിസോണ്ടലി നീങ്ങാൻ, റൊട്ടേറ്റ് ചെയ്യാൻ, മൂവ്മെൻറ്റ് റൊട്ടേഷനും പെർമിറ്റഡ് ആണ്. അതുകൊണ്ട് അവിടെ ആകെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത് വേർട്ടിക്കൽ മൂവ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ജനറേറ്റ് ആവുന്ന റിയാക്ഷൻ ഫോഴ്സ് വേർട്ടിക്കൽ ഡയറക്ഷനിലുള്ള റിയാക്ഷൻ ഫോഴ്സ് മാത്രമായിരിക്കും. ഇറ്റ് ഈസ് എ സപ്പോർട്ട് വിച്ച് ഇസ് ഫ്രീ ടു റൊട്ടേറ്റ് ആൻഡ് ട്രാൻസ്ലേറ്റ് അലോങ് ദ സർഫസ് ഓൺ വിച്ച് ദേ റെസ്റ്റ്. റോളർ സപ്പോർട്ട്സ് ഹാസ് ഓൺലി വൺ റിയാക്ഷൻ. This reaction acts perpendicular to the surface and away from it. The roller supports are unable to resist the lateral loads. They resist only vertical loads. Lateral loadനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലാറ്ററൽ എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ലോഡ്. കാരണം എന്താ, റോളർ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നീങ്ങും, ഹൊറിസോണ്ടലി ഡിസ്പ്ലേസ് ആവും. ആകെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് വെർട്ടിക്കൽ ലോഡിനെ മാത്രമാണ്. അടുത്തത് പിൻഡ് സപ്പോർട്ട്. പിൻഡ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ പിവറ്റ് മാത്രമേ ഉള്ളൂ, റോൾ വീൽസ് ഇല്ല. അപ്പോൾ എന്ത് പറ്റും, ഇവിടെ ഹൊറിസോണ്ടലി നീങ്ങാൻ പറ്റില്ല, വെർട്ടിക്കലി നീങ്ങാൻ പറ്റില്ല, പക്ഷേ റൊട്ടേഷൻ പെർമിറ്റഡ് ആണ്. അപ്പം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡയറക്ഷൻസ് ഏതൊക്കെയാണ്, ഹൊറിസോണ്ടലും വെർട്ടിക്കലും. അതുകൊണ്ട് ഈ രണ്ട് ഡയറക്ഷനിലും അവിടെ റിയാക്ഷൻസ് ജനറേറ്റ് ആകും. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സപ്പോർട്ട് വിച്ച് റെസിസ്റ്റ് ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലോഡ് but is unable to resist the moment. The pinned support has two support reactions and these are vertical and horizontal reactions. It allows rotation only in one direction and resists the rotation in any other direction. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പിവറ്റ് ചെയ്യുമ്പോഴും 6 ഡയറക്ഷൻസിൽ നമുക്ക് റൊട്ടേഷൻ പെർമിറ്റഡ് അല്ല. ഏതെങ്കിലും ഒരു ഡയറക്ഷൻ, ഇപ്പം ഈ ഒരു ഫിഗറിലിരിക്കുന്ന ഈ ഒരു പ്ലെയിനിലാണ്, ഈ ഒരു ഷീറ്റിൻ്റെ സ്ക്രീനിൻ്റെ പ്ലെയിനിലാണെങ്കിൽ ഈ ഒരു പ്ലെയിനിൽ മാത്രമായിരിക്കും റൊട്ടേഷൻ പെർമിറ്റഡ്. പിൻഡ് സപ്പോർട്ട് ഇസ് ഓൾസോ നോൺ ആസ് ഹിഞ്ച് സപ്പോർട്ട്. അപ്പോൾ ഹിഞ്ച് സപ്പോർട്ട് എന്നും ഈ പിൻഡ് സപ്പോർട്ടിനെ വിളിക്കാറുണ്ട്. അടുത്തത് ഫിക്സഡ് സപ്പോർട്ട് അല്ലെങ്കിൽ റിജിഡ് സപ്പോർട്ട്. അപ്പോൾ പേര് കേൾക്കുമ്പോഴേ ഓർത്തോണം, ഫിക്സഡ് ആണ്, ഒരു രീതിയിലുള്ള മൂവ്മെൻറ്റ് അവിടെ പെർമിറ്റഡ് അല്ല. റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല, ഹൊറിസോണ്ടലി മൂവ് ചെയ്യാൻ പറ്റില്ല, വെർട്ടിക്കലി മൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ 3 റിയാക്ഷൻസും അവിടെ ജനറേറ്റ് ആകും. ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവും, വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും, റൊട്ടേഷൻ ആ മൊമെൻറ്റും അവിടെ ജനറേറ്റ് ആകും. ഇറ്റ് ഈസ് എ സപ്പോർട്ട് വിച്ച് ഇസ് capable of resisting all types of loads, horizontal, vertical as well as moments. The fixed support does not allow the rotation and translation motion to the structural members. Translation motion എന്ന് പറയുമ്പോൾ ഒന്നുകിൽ vertical അല്ലെങ്കിൽ horizontal motion. It provides the greatest stability to the structure as compared to all other supports. അടുത്ത ടൈപ്പ് സപ്പോർട്ട് സിമ്പിൾ സപ്പോർട്ട്. നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസിൽ പറഞ്ഞുകൊണ്ട് ഒരു സപ്പോർട്ടിന് മുകളിൽ കൊണ്ട് നമ്മൾ ഈ ബീം റെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്, ഏതെങ്കിലും ഒരു സ്ട്രക്ചറൽ മെമ്പർ റെസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. അതിനെയാണ് നമ്മൾ സിമ്പിൾ സപ്പോർട്ട് എന്ന് വിളിക്കുന്നത്. സിമ്പിൾ സപ്പോർട്ട് ഇസ് യൂസ്ഡ് വെൻ എ സ്ട്രക്ചറൽ മെമ്പർ ഹാസ് ടു റെസ്റ്റ് ഓൺ ദ എക്സ്റ്റേണൽ സ്ട്രക്ചർ. സിമ്പിൾ സപ്പോർട്ട് resist only vertical force or loads but not horizontal forces. ഈ സിമ്പിൾ സപ്പോർട്ടിൻ്റെ പ്രത്യേകത എന്താ, മുകളിൽ ഒരു സംഭവം കൊണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അതിനെ ഹൊറിസോണ്ടലി മൂവ് ചെയ്യാൻ റെസ്ട്രിക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല, വെർട്ടിക്കൽ റെസ്ട്രിക്ഷൻ കൊടുക്കുന്നുണ്ട്. വെർട്ടിക്കലി അതിന് താഴോട്ട് പോകാനോ മുകളിലോട്ട് പോകാനോ പെർമിറ്റ് ചെയ്യുന്നില്ല, പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുവാണല്ലോ. പക്ഷേ ഹൊറിസോണ്ടലി അതിന് നീങ്ങാനുള്ള ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ജനറേറ്റ് ആവുന്ന റിയാക്ഷൻ ഫോഴ്സ് ഏതാ, ഈ വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. അടുത്തത് നമ്മളിപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീം പഠിച്ചു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡിങ് പഠിച്ചു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻഡ് കണ്ടീഷൻസ് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് അതേപോലെ ബെൻഡിങ് മൊമെൻറ്റ് എന്ന ടോപ്പിക്കിലേക്ക് വരാം. ആദ്യം എന്താണ് ഷിയർ ഫോഴ്സ്? The algebraic sum of the vertical forces acting on the beam either to the left or right of the section. ഇവിടെ ഒരു കാന്റിലിവർ ബീം കാണാം. നമ്മളിവിടെ ഒരു സെക്ഷൻ, ഈ കെ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സെക്ഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് വരുന്ന എല്ലാ ഫോഴ്സസിൻ്റെയും കൂടെ ആൽജിബ്രിക് സം എടുക്കുന്നതിനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നോക്കിയേ, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് 2 ലോഡ് പി
കാണാം. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എത്ര? 2 times P വരും. ഈ ഒരു സെക്ഷൻ വരെ ഈ 2P കാരണമുള്ള ഷിയർ ഫോഴ്സ് ആയിരിക്കും അവിടെ ജനറേറ്റ് ആകുന്നത്. A shear force that tends to move the left of the section upward or the right of the section downward will be regarded as positive. ഇപ്പോൾ ഷിയർ ഫോഴ്സ് എന്താണെന്ന് പഠിക്കുന്നതിനോടൊപ്പം അതിൻ്റെ സൈൻ കൺവെൻഷൻ കൂടെ അറിഞ്ഞിരിക്കണം. ഷിയർ ഫോഴ്സ് if it tends to move the left side of the section upward and right side of the section downwards, ഇതേപോലെ ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു റൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫോഴ്സ് ആണ് എങ്കിൽ അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യാം. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത സെക്ഷൻ്റെ ടുവേർഡ്സ് ലെഫ്റ്റ് ഉള്ള പോർഷനെ മുകളിലേക്കും പുഷ് ചെയ്യണം, ടുവേർഡ്സ് റൈറ്റ് ഉള്ള പോർഷനെ താഴേക്കും പുഷ് ചെയ്യണമെങ്കിൽ അത് ഒരു പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. ഇനി നെഗറ്റീവ് ഷിയർ ഫോഴ്സ് വരുന്ന എപ്പോഴാണ്? നെഗറ്റീവ് സൈൻ കൺവെൻഷൻ വരുന്ന എപ്പോഴാണ്? ലെഫ്റ്റ് സൈഡിനെ താഴേക്കും പുഷ് ചെയ്യണം, റൈറ്റ് സൈഡിനെ മുകളിലേക്കും പുഷ് ചെയ്യണം. അപ്പോൾ ഷിയർ ഫോഴ്സ് എന്താന്ന് പറഞ്ഞു, അതിൻ്റെ സൈൻ കൺവെൻഷൻ നമ്മൾ പറഞ്ഞു. അടുത്തത് ബെൻഡിങ് മൊമെന്റ് എന്താണ്? ദ ആൽജിബ്രിക് സം ഓഫ് മൊമെന്റ്സ് ഓഫ് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബീം എയ്തർ ടു ദ ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് ദ സെക്ഷൻ. ഒരു ബീമേൽ നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റിലുള്ള അല്ലെങ്കിൽ റൈറ്റിലുള്ള എല്ലാ മൊമെന്റ്സോട് ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബെൻഡിങ് മൊമെന്റ് എന്ന് വിളിക്കുന്നത്. മൊമെന്റ് എന്ന് വെച്ചാൽ എന്താ? ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ദ മൊമെന്റ് വിച്ച് കോസസ് ദ ബെൻഡിങ് എഫക്റ്റ് ഓൺ ദ ബീം. ബീമിൽ ബെൻഡിങ് എഫക്റ്റ് ഉണ്ടാക്കുന്നത് ഈ ബെൻഡിങ് മൊമെന്റ് ആണ്. നമ്മൾ ബീമൊക്കെ സാധാരണ ഡിസൈൻ ചെയ്യാൻ നേരം മാക്സിമം ബെൻഡിങ് മൊമെന്റ് എത്ര ആണ് വരുന്നത് എന്ന് നോക്കിയിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ബീം ഡിസൈൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ജനറലി ഡിനോട്ടഡ് ബൈ BM ഓർ M. ഇനി ബെൻഡിങ് മൊമെന്റിന്റെ സൈൻ കൺവെൻഷൻ അറിഞ്ഞിരിക്കണം. ഈ ബീമിനെ സെക്ഷന്റെ ലെഫ്റ്റിനുള്ളതിനെ മുകളിലേക്ക് പുഷ് ചെയ്യുകയും റൈറ്റിനുള്ളതിനെ മുകളിലേക്ക് പുഷ് ചെയ്യുകയാണ് എങ്കിൽ ആ ബെൻഡിങ് മൊമെന്റിനെ നമ്മൾ പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഇതിനെ സാഗിങ് എന്നും വിളിക്കാറുണ്ട്. ഇനി ബീമിന്റെ ലെഫ്റ്റ് സെക്ഷനെ താഴേക്ക് പുഷ് ചെയ്യുന്നു, റൈറ്റ് സെക്ഷനെ താഴേക്കാണ് പുഷ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ഹോഗിങ് മൊമെന്റ് അല്ലെങ്കിൽ നെഗറ്റീവ് മൊമെന്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ സാഗിങ് ഷേപ്പിനെ നമ്മൾ സാധാരണ സ്മൈലി ഒക്കെ വരയ്ക്കുമ്പോൾ ചിരിക്കുന്ന മുഖത്തിന് ആ സ്മൈല് നമ്മൾ കൊടുക്കുന്ന ഏകദേശം ഈ ഒരു ഷേപ്പാണല്ലോ, അങ്ങനെ ഓർത്താൽ മതി. സ്മൈലിന്റെ S തന്നെ ആയിരിക്കും സാഗിങ്ങിന്റെ ഷേപ്പ് വരാൻ പോകുന്നത്. അതേപോലെ അതിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ് ഹോഗിങ്ങിൽ വരുന്നത്. അപ്പോൾ ആ സൈൻ കൺവെൻഷനും ഓർത്തിരിക്കണം. ഇനി ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഓരോ ബീമിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ്റെ ലെഫ്റ്റിലെയോ അല്ലെങ്കിൽ റൈറ്റിലെയോ ഫോഴ്സസിന്റെ ആൽജിബ്രിക് സം ആണ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞല്ലോ. അത് ത്രൂ ഔട്ട് ദ ബീം നമ്മൾ മാർക്ക് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ വേരിയേഷൻ ഓഫ് ദ ഷിയർ ഫോഴ്സ് അലോങ് ദ ലെങ്ത് ഓഫ് ദ ബീം. ഇവിടെ നോക്കിയേ, രണ്ടറ്റത്ത് നമുക്ക് സപ്പോർട്ട് കാണാം, എയുടെയും ബിയുടെയും നടുക്ക് ഇവിടെ ഒരു ലോഡ് W ഉണ്ട്. അപ്പൊ ഈ ത്രൂ ഔട്ട് ഇതിന്റെ വരുന്ന ഓരോ ഫോഴ്സസും ആൽജിബ്രിക് സം മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഷിയർ ഫോഴ്സിൽ വരുന്നത്. ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ ജിയോഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ വേരിയേഷൻ ഓഫ് ബെൻഡിങ് മൊമെന്റ് അലോങ് ദ ലെങ്ത് ഓഫ് ദ ബീം. ഈ ലോഡ് കാരണം വരുന്ന മൊമെന്റിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന ഫിഗറിനെയാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ടൈപ്പ് ബീമിന്റെയും ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാംസ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നത് അറിഞ്ഞിരിക്കണം. പ്രൊസീജിയർ അറിഞ്ഞിരിക്കേണ്ട, ഫൈനൽ ഷേപ്പ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് PSC പോയിന്റിൽ ഫൈനൽ ഷേപ്പ് എങ്ങനെ വരും, അതിന്റെ വാല്യൂസ് എത്ര ആണ് എന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ആദ്യം നമുക്കൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം കൺസിഡർ ചെയ്യാം. എയുടെയും ബിയുടെയും അവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, 2 വെർട്ടിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. അവിടെ ലോഡ് വരുന്നത് ഒരു കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ പോയിന്റ് ലോഡ് W ആണ് അറ്റ് ദ സെന്റർ. ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബീം L ആണ്. ഇനി നമ്മൾ ഇഫ് യു ആർ ടേക്കിംഗ് ദ മൊമെന്റ് അബൌട്ട് ബിക്ക് അബൌട്ട് ആയിട്ട് മൊമെന്റ് എടുക്കുകയാണെങ്കിൽ, മൊമെന്റ് എങ്ങനെ? ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ ബിക്ക് അബൌട്ട് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എയുടെ അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, അതിനെ നമുക്ക് RA എന്ന് വിളിക്കാം. അപ്പൊ RA ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബി വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് L ആണ്. ഇനി ഇതിന്റെ സൈൻ കൺവെൻഷൻ എങ്ങനെ? മൊമെന്റ് നമ്മൾ മുകളിൽ ക്ലോക്ക് വൈസ് എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് -RA ഇൻറ്റു L എന്ന് എടുക്കാം. പ്ലസ് അത് കഴിഞ്ഞ് വരുന്നത് ഈ ലോഡാണ് W ഇൻറ്റു അവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം B is L/2. ഇനി ഈ W ഇൻറ്റു L/2 വരാൻ പോകുന്ന ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ അവിടെ നമുക്ക് പോസിറ്റീവ് ആയിട്ട് സൈൻ എടുക്കാം. അതുകൊണ്ട് പ്ലസ് W ഇൻറ്റു L/2 ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പൊ B വരെയുള്ള എല്ലാ ഫോഴ്സസും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, ആ ഫോഴ്സസ് കാരണമുള്ള മൊമെന്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ RA ഇൻറ്റു L ഇസ് ഈക്വൽ ടു W ഇൻറ്റു L/2 എന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് RA ഈക്വൽ ടു W/2 എന്ന് കിട്ടും. ഇനി RA W/2 ആണെങ്കിൽ RB എത്ര ആയിരിക്കും?
കാരണം ഈ ടോട്ടൽ ലോഡ് ഡബ്ല്യുവിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഈ രണ്ട് റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഡബ്ല്യു ഷുഡ് ബി ഈക്വൽ ടു ആർ എ പ്ലസ് ആർ ബി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡബ്ല്യു മൈനസ് ആർ എ ചെയ്യുവാണെങ്കിൽ ആർ ബി നമുക്ക് W/2 എന്ന് കിട്ടി. റിയാക്ഷൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി റിയാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. നമ്മളൊരു സെക്ഷൻ എക്സ് ഇവിടെ കൺസിഡർ ചെയ്യുമെന്ന് വെച്ചോ. ഈ സിയും ഡിയും എന്ന് പറയുന്ന പോയിന്റിന് ഇടയ്ക്ക് ഒരു സെക്ഷൻ എക്സ് എടുക്കുവാണെങ്കിൽ എക്സ് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് സ്മോൾ എക്സ് ഫ്രം ബി. എൻഡ് ബിയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറി ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടെ വരെയുള്ള ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ വരെയുള്ള ഫോഴ്സസിന്റെ ആൽജിബ്രിക് സം എടുക്കണം. അപ്പം ഇവിടെ നടുക്കൊരു സെക്ഷൻ എക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ വരെയുള്ള റൈറ്റ് സൈഡിൽ ഉള്ള ഫോഴ്സസ് എന്ന് വെച്ചാൽ ആർ ബി മാത്രമേ ഉള്ളൂ, റിയാക്ഷൻ അറ്റ് ബി. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര? W/2. അപ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു W/2 എന്ന് കിട്ടി. ഇനി എന്തുകൊണ്ടാണ് ഇത് നെഗറ്റീവ് എടുത്തത്? നമ്മൾ നേരത്തെ സൈൻ കൺവെൻഷൻ പഠിക്കാൻ നേരം ഷിയർ ഫോഴ്സിന്റെ സൈൻ കൺവെൻഷനിൽ നമ്മൾ പറഞ്ഞു സെക്ഷനെ മുകളിലേക്കാണ് പുഷ് ചെയ്യുന്നത്, റൈറ്റ് സൈഡ് ഓഫ് ദ സെക്ഷൻ മുകളിലോട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നെഗറ്റീവ് ഷിയറിംഗ് ഫോഴ്സ് ആണ് എടുക്കുന്നത്. ഇവിടെ നോക്കിയേ, നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ നേരം സെക്ഷൻ ഇവിടെ എടുത്തു, ഇവിടെ വരുന്ന നമ്മുടെ ഫോഴ്സ് റിയാക്ഷൻ ആർ ബി എന്ന് പറയുന്നത് മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവായിട്ട് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ -W/2 എന്നുള്ളത് ഇവിടെ വരെ കിട്ടി. ഈ സെക്ഷൻ ഇവിടെ നടുക്ക് വരുന്ന സെക്ഷനിൽ മൊത്തം -W/2 ആണ്. ഇനി ഇത് മാറാൻ പോകുന്നത് എപ്പോഴാ? ഒരു അഡീഷണൽ ലോഡ് അവിടെ ഈ പറഞ്ഞ ആർ ബി അല്ലാതെ വേറൊരു ലോഡ് വരുമ്പോഴാണ് ഇത് മാറാൻ പോകുന്നത്. അതെവിടെ വരാൻ പോകുന്നത്? ഈ പോയിന്റ് സി വരുമ്പോൾ മാത്രമാണ് അവിടെ ഒരു ചേഞ്ച് ഇൻ ലോഡ് വരാൻ പോകുന്നത്. ഇനി പോയിന്റ് സിയുടെ അവിടുത്തെ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എത്ര ലോഡുണ്ട്? ടുവേർഡ്സ് ദ റൈറ്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഈ -W/2 മാത്രമേ ഉള്ളൂ. ഇനി ടുവേർഡ്സ് ദ ലെഫ്റ്റ് നമ്മൾ ഇപ്പുറത്തോട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പോസിറ്റീവ് W കൂടെ ഉണ്ട്. അപ്പോൾ ആ W -W/2 ചെയ്യുവാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് W/2 എന്ന് കിട്ടും. അത് തന്നെ ആയിരിക്കും എ വരെയുള്ള മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഷിയർ ഫോഴ്സ്. കാരണം എ വരെ നമുക്ക് വേറെ ഫോഴ്സസ് ഒന്നുമില്ല, ഈ W -W/2 മാത്രമേ ഉള്ളൂ. അതിന്റെ സം എപ്പോഴും പോസിറ്റീവ് W/2 തന്നെയായിരിക്കും. ഷിയർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു W/2. അപ്പോൾ ഇങ്ങനെയാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നത്. ഇനി എയുടെ അവിടെ എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് വീണ്ടും ഒരു നെഗറ്റീവ് W/2 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? W മൈനസ് W/2 -W/2. നമ്മൾ W - W എയുടെ അവിടെ വരുമ്പോൾ 0 ആയിട്ട് മാറും. അടുത്തത് ഇതേ ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം അറ്റ് എനി സെക്ഷൻ എക്സ് ഡിസ്റ്റൻസ് ഫ്രം ബി ബിറ്റ്വീൻ ബി ആൻഡ് സി. അപ്പോൾ ഈ ഒരു പോർഷനിലെ ബിയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് മാറി ഒരു സെക്ഷൻ നമ്മൾ അസ്യൂം ചെയ്യുവാണെങ്കിൽ അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇനി ഈ റൈറ്റ് സൈഡിൽ നമുക്ക് ആകെ വരുന്ന ആർ ബി എന്ന് പറയുന്ന റിയാക്ഷൻ ഫോഴ്സ് മാത്രമേ ഉള്ളൂ, ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എക്സ് ആണ്. അപ്പോൾ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ നമുക്ക് എത്ര കിട്ടും? ആർ ബി ഇൻറ്റു എക്സ്. ഇനി ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂസ് ഓരോ പോയിന്റിന്റെ ഇട്ട് കൊടുക്കണം. ഈ ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്ത ബി ടു സി വരെയാണ്. അപ്പൊ ബിയുടെ അവിടെ എക്സിന്റെ വാല്യൂ 0 ആണ്, കാരണം നമ്മൾ എക്സ് ഡിസ്റ്റൻസ് എടുത്തത് ബിയിൽ നിന്നാണ്. അപ്പൊ എക്സിന്റെ വാല്യൂ 0 ഇട്ട് കൊടുക്കുമ്പോൾ മൊമെന്റ് അറ്റ് ബി നമുക്ക് 0 ആയിട്ട് കിട്ടും. ഇനി സിയുടെ അവിടെ എക്സിന്റെ വാല്യൂ എത്ര? L/2 ആണ്. അപ്പൊ അത് L/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ ബിയുടെ വാല്യൂ W/2 ആണ്. അപ്പൊ നമുക്ക് അവിടെ മൊമെന്റ് എത്ര കിട്ടി? WL/4. ഈ ഒരു പോയിന്റിൽ നമുക്ക് WL/4 എന്ന് കിട്ടി. ഇനി നമുക്ക് എ സി പോർഷനിൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ എന്താകും? ഫോഴ്സസ് നമുക്ക് ഏതൊക്കെയുണ്ട്? W ഉണ്ട്, RB ഉണ്ട്. അപ്പൊ RB നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ബിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എക്സ് കൺസിഡർ ചെയ്തത്. അപ്പൊ നമ്മൾ മൊമെന്റ് അവിടെ എടുക്കാൻ നേരം നമുക്ക് എങ്ങനെ കിട്ടും? RB ഇൻറ്റു എക്സ് കിട്ടും. അത് ആന്റി ക്ലോക്ക് വൈസ്, അപ്പോൾ പോസിറ്റീവായിട്ട് എടുക്കാം. പിന്നെ ഡബ്ല്യുവിൽ നിന്നുള്ളത് താഴോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, ക്ലോക്ക് വൈസ് ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് അത് നെഗറ്റീവായിട്ട് എടുക്കണം. -W ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്ര വരും? നമ്മുടെ സെക്ഷൻ ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഫ്രം ബി. അപ്പോൾ സിയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആയിരിക്കും? അത് എക്സ് മൈനസ് L/2 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഇതിൽ നിന്ന് നമ്മുടെ സിയുടെയും എയുടെയും എക്സ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എയുടെ അവിടെ നമ്മുടെ എക്സ് വാല്യൂ എത്രയാണ്? L ആണ്. അപ്പോൾ L ഇട്ട് കൊടുക്കുമ്പോൾ RB ഇൻറ്റു L മൈനസ് W ഇൻറ്റു L മൈനസ് L/2 L/2 ആണ്. അപ്പോൾ W ഇൻറ്റു L/2 എന്ന് കിട്ടും. അപ്പോൾ RBയുടെ വാല്യൂ എത്ര? W/2 ആണ്. അപ്പോൾ W/2 ഇൻറ്റു L മൈനസ് W ഇൻറ്റു L/2 മൊത്തത്തിൽ 0 ആയിട്ട് കിട്ടും. സിയുടെ അവിടുത്തെ നമ്മുടെ വാല്യൂ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത് നമുക്ക് WL/4 കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. എയുടെയും ബിയുടെയും എവിടെയും 0, സിയുടെ അവിടെ WL/4. അപ്പോൾ മാക്സിമം ഷിയർ ഫോഴ്സ് എത്ര എന്നായിരുന്നു നമുക്ക് വന്നത്? മാക്സിമം ഷിയർ ഫോഴ്സ് നമുക്ക് W/2 മാക്സിമം ബെൻഡിങ് മൊമെന്റ് WL/4 ആണ്.
അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഇതാണ് പഠിച്ചു വെക്കേണ്ടത്. ഒരു ബീമിൻ്റെ നടുക്കായിട്ട് ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് വരുവാണെങ്കിൽ അവിടുത്തെ മാക്സിമം ഷിയർ ഫോഴ്സ് W/2 മാക്സിമം ബെൻഡിങ് മൊമെന്റ് WL/4. അതൊന്ന്. രണ്ടാമത് ഈ ഡ്രോയിങ് BMDയുടെ SFDയുടെ ഷേപ്പ് കൂടെ അറിഞ്ഞിരിക്കണം. BMDയുടെ ഷേപ്പ് വരാൻ പോകുന്നത് ഇതേപോലെ ഒരു ട്രയാങ്കിൾ ആയിരിക്കും. SFDയുടെ വരാൻ പോകുന്നത് ഇതേപോലെ രണ്ട് റെക്ടാങ്കുലർ ബ്ലോക്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഷേപ്പ് അറിഞ്ഞിരിക്കണം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാക്സിമം വാല്യൂസും അറിഞ്ഞിരിക്കണം. ഇതോടുകൂടി ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ടൈപ്പ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് മറ്റു ടൈപ്പ് ലോഡിങ്സ് ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയെ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.